വെട്രിക്കുലർ ഏരിയ. അത് എങ്ങനെയാ വെച്ചാൽ നമ്മുടെ ഇതേപോലെ അവസാനത്തെ ഒരു C7 എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു വെട്രിക്കുലറാണ്. ഇതിലേക്ക് നമ്മുടെ താഴത്തുനിന്നുള്ളൊരു എല്ല് ഇങ്ങനെ കയറ്റിയിടായിരിക്കണം. എന്നിട്ട് ഇത് ഇങ്ങനെയാണ് തിരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ കഴുത്ത് നമുക്ക് അങ്ങോട്ട് തിരിക്കാൻ പറ്റുന്നത്. ഈ ലംബാർ ഏരിയയിൽ 5 വെട്രിക്കുലറാണുള്ളത്. ഇതിന് സാമാന്യം നല്ല ഗ്യാപ്പ് ഉണ്ടാവും. അതായത് തൊറാസിക് റീജിയനിലുള്ളതിൽ കൂടുതൽ ഗ്യാപ്പ് ഈ ലംബാർ വെട്രിക്കുലറിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റൂ. തൊറാസിക് കൊണ്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ T12 വരെയുള്ള ഏരിയ കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഒരു ബെൻഡിങ് അത്രയൊക്കെ പറ്റുള്ളൂ. മൂവ് ചെയ്യാൻ പറ്റുമോ? മൂവ് ചെയ്യണമെങ്കിൽ നമ്മുടെ താഴ്ഭാഗം ലംബാർ ഏരിയ. അപ്പോൾ സാധാരണ ഇതിൽ ഡിസ്ക് പഠിക്കുന്ന പ്രശ്നത്തെ നമ്മൾ നേരിടുന്നത് ലംബാർ ഏരിയയിലാണ്. അപ്പോൾ അതിനൊരു ചാൻസ് മനസ്സിലായില്ലേ? മറ്റുള്ള വെട്രിക്കുലറിക്ക് ഉള്ളതിൽ കൂടുതൽ സ്പേസ് ഈ ലംബാർ ഏരിയയിലാണ്. അപ്പോൾ ഒരു ചെറിയ ട്രാക്ഷനോ ചെറിയൊരു അഫക്ഷനോ സംഭവിച്ചാൽ ഡിസ്ക് പഴച്ചാക്കാം. ഉദാഹരണത്തിന് നമ്മൾ നടക്കുന്നതിലൊന്ന് തെന്നി വീണാൽ മതി. ഒരു ചന്തിയാണ് അല്ലെങ്കിൽ ഒരു പട്ടക്സ് ആണ് താഴെ ആദ്യം പോകുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി കൈക്കോ മുളയ്ക്കോ. ഓക്കെ, അപ്പൊ അതനുസരിച്ച് ഇവിടെ നന്നായി വീതിയുള്ള അല്ലെങ്കിൽ ഗ്യാപ്പ് ഉള്ള ആ സ്ഥലത്ത് നിന്ന് ഡിസ്ക് പുറത്തേക്ക് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. സി, ഇത് നിങ്ങളൊരു ലംബാർ വെട്രിക്കുലറി ആയിട്ട് സങ്കല്പിക്കുക. ഇതെന്റെ മറ്റൊരു വെട്രിക്കുലറി ആയിട്ട് സങ്കല്പിക്കുക. ഇത് ദൈവം നമ്മുടെ സൃഷ്ടിയിൽ വെച്ചിരിക്കുന്ന ഒന്നിന് മുകളിലായിട്ട് കറക്റ്റ് ആയിട്ടാണ് പാരാമീറ്റർ കറക്റ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ വരുമ്പോൾ ഇതിപ്പോ ഇതെന്റെ ഒരു വെട്രിക്കുലറി ആണ്, ഇതെന്റെ ഒരു വെട്രിക്കുലറി ആണ്. ഇതിങ്ങനെയാണ് ഇതിന്റെ അലൈൻമെന്റ്സ് എന്ന് വിചാരിക്കുക. ഞാൻ ഇതിന്റെ ഉള്ളിൽ ഒരു ബലൂൺ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് എന്ന് സങ്കല്പിക്കാം. ഈ വെള്ളം നിറച്ച ബലൂണിനെ നമ്മൾ ഡിസ്ക് എന്ന് വിളിക്കാം. അപ്പൊ നമ്മുടെ ഓരോ മൂവ്മെന്റ്സും നമ്മൾ ഇരിക്കുന്നതും നടക്കുന്നതും ബെൻഡ് ചെയ്യുന്നതെല്ലാം നമ്മുടെ സ്ട്രക്ചർ കറക്റ്റ് ആണ് താഴത്തേക്ക് വരുന്നതെങ്കിൽ ഈ ബലൂൺ ഈക്വൽ ആയിട്ട് സംഭവിക്കും. അതല്ല, നമുക്ക് ഇതിനിടയ്ക്ക് എപ്പോഴും നമ്മളൊന്ന് വീണു, അല്ലെങ്കിൽ നമ്മളൊരു സൈഡ് ചെറ്റി വെച്ച്, അല്ലെങ്കിൽ ഒരു കാലി കയറ്റി വെച്ച് അങ്ങനെയൊക്കെ സ്ഥിരം പോസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഈ വെട്രിക്കുലറിയുടെ ഏതെങ്കിലും ഒരു വശം മുകളിലേക്ക് പൊങ്ങാം. ഇങ്ങനെ പൊങ്ങിയാൽ മനസ്സിലാക്കുക ഈ വെട്രിക്കുലർ അനങ്ങില്ല. ഇതിന് മാത്രം തട്ട് കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് അനങ്ങില്ല, ഇത് മാത്രം മുകളിലേക്ക് പോകും. അപ്പൊ എന്ത് സംഭവിക്കും? ഈ ഇതിലായിരിക്കുന്ന സ്ഥലത്ത് ഓപ്പണായി ഇതിലൂടെ അല്ലെങ്കിൽ ബലൂൺ പുറത്തേക്ക്. ഈ ബലൂൺ ഒരു സ്ഥലത്ത് ഡിസ്ക് ഓപ്പൺ ആകുമ്പോൾ നമ്മൾ അപ്പം തന്നെ ചിന്തിച്ചോളണം ഇത് ഓപ്പൺ ആകുന്നെങ്കിൽ ഇവിടെ ക്ലോസ് ആകുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ക്ലോസ് ആയ സ്ഥലത്ത് നമ്മുടെ ഏതെങ്കിലും ഞരമ്പ് കയറി ഇരുന്ന് പോയാൽ സർജറി അല്ലാതെ വരാൻ മാറില്ല. നമ്മൾ ചിരിക്കുകയും വലിക്കുകയും ഒക്കെ ചെയ്ത് നോക്കാം, പക്ഷെ ഇത് വിട്ടു പോകുന്നത് യാതൊരു നിർബന്ധമില്ല. എന്നാൽ ഈ ഡിസ്ക് മാത്രം പുറത്തേക്ക് പോകുന്നുണ്ട്. ഇതിലെ പോകുന്ന ബ്ലഡ് വെസലുകളെ ഇത് അഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് വലിച്ച് കറക്റ്റ് ചെയ്ത് കൈറോപ്പതിയിലൂടെ ലൊക്കേഷൻ കറക്റ്റ് ചെയ്യുമ്പോൾ ഈ പുറത്തേക്ക് പോകുന്ന ഡിസ്ക് അകത്തേക്ക് പോകും. ഇവിടെ ഇതിലൂടെ പോകുന്ന നെർവുകൾ ഫ്രീ ആവും. അപ്പൊ നമ്മുടെ കാലിലേക്ക് പോകുന്ന പെരുപ്പ്, അതുപോലെ വേദന, ഇതെല്ലാം ഇല്ലാതാവും. എന്നാൽ ഞാൻ ആദ്യം പറഞ്ഞ കേസ്, ഇതിലെ അടുത്തുപോയ വെട്രിക്കുലറിന്റെ ഉള്ളിൽ ഞരമ്പുകൾ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ വി ഹാവ് നോ ഓപ്ഷൻ സർജറി. അതുവരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ കൈറോപ്പതി മെത്തേഡിലൂടെ ചിന്തിക്കുന്നത്. അതോടൊപ്പം പിന്നെ നമ്മൾ ആയുർവേദത്തിലെ പഞ്ചകർമ്മ അഡോപ്റ്റ് ചെയ്യുന്നത്, നമ്മൾ ഈ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ മാനിപ്പുലേഷൻ നടന്നു കഴിഞ്ഞാൽ മസിലിൽ നീര് വീഴുക എന്നുള്ളത് സ്വാഭാവികമാണ്. ആ നീര് മാറാനാണ് നമ്മൾ പഞ്ചകർമ്മ ചികിത്സകൾ നടത്തുന്നത്. അതിനകത്ത് ആളുകളുടെ ശരീരപ്രകൃതി അനുസരിച്ച് ഏത് പൊടിക്കിഴി കൊടുക്കണം, വിലക്കിഴി കൊടുക്കണോ, അല്ലെങ്കിൽ എണ്ണ ഇടണോ, എണ്ണ ഇടുന്നത് തീരുമാനിക്കുന്നത് ആ സമയത്താണ് തീരുമാനിക്കുന്നത്. അത് നമ്മൾ ഒഴിച്ചിലും വീഴ്ചയിലും ഒക്കെ മസിലിലെ നീര് പോകാനാണ്. ഇതെല്ലാം പോയാലും നമുക്ക് പെയിൻ നിന്നേക്കാം. നിങ്ങൾ കേട്ടില്ലേ, കർക്കിടക മാസത്തേക്കാണ് അടുത്തുപോലെ കർക്കിടക മാസമാകുമ്പോൾ പെയിൻ വരുന്നു. അത് ശരീരത്തിന്റെ ഒരു പ്രകൃതിയാണ്. നമ്മുടെ ആയുർവേദത്തിൽ വാദം, പിത്തം, കഫം, ഇങ്ങനെ 3 രീതിയിലാണ് നമ്മുടെ ശരീരത്തെ വേർതിരിച്ചിരിക്കുന്നത്. എന്നാൽ പല ടെർമിനോളജിയിലും വേറെ രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്തരം നിലനിൽക്കുന്ന വേദനകളെ നമ്മൾ കൈകാര്യം ചെയ്യാനാണ് അക്യൂപങ്ചർ സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുന്നത്. അക്യൂപങ്ചറിനെ കുറിച്ച് കേട്ടിട്ടുള്ള എത്ര പേരുണ്ട് ഇവിടെ? ഒരാളുണ്ട്, ഒരുപാട് പേരുണ്ടല്ലേ? വെരി ഗുഡ്. ലോകത്തിലെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്കനുസരിച്ച് വേൾഡിലെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ചികിത്സാ സമ്പ്രദായം അലോപ്പതി സിസ്റ്റമാണ്. തൊട്ട് താഴെ നിൽക്കുന്ന സിസ്റ്റം അക്യൂപങ്ചർ സിസ്റ്റമാണ്. നമ്മുടെ പച്ചമരുന്നും ആയുർവേദവും ഒക്കെ അതിന്റെ താഴെ വരുന്നു. അപ്പൊ നമ്മൾക്ക് പ്രത്യേകിച്ചും ഇന്ത്യയിൽ ഇതിപ്പോ നിയമപരമായി അംഗീകാരം നേടിക്കൊണ്ടിരിക്കുന്നു. ഇതിനു മുമ്പ് നമുക്ക് പരിചിതമല്ലാത്തതുകൊണ്ട് ആളുകൾക്ക് വളരെ തമാശയായിട്ട് തോന്നുന്നത് ഒരു സൂചി കുത്തിയ എന്ത് വേദന മാറാണ്. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം, മാറില്ലാത്ത ഏത് വേദനയും ഒറ്റ സൂചിയിൽ 10 സെക്കൻഡ് കൊണ്ട് 50% ഞാൻ വേദന കുറച്ച് തരാം. 10 സെക്കൻഡിനുള്ളിൽ. അതൊരു എവർലാസ്റ്റിംഗ് ടെക്നോളജി അല്ല. വീണ്ടും അത് വരും, വീണ്ടും നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കണം. അതിലൊരു കൃത്യ ഓറിയന്റേഷനിലുള്ള ട്രീറ്റ്മെന്റ് എടുത്താൽ അത് കുറയുകയും ചെയ്യും. ഇവൻ അതിനൊരു ഉദാഹരണമാണ്
നിങ്ങൾ താഴെ പോസ്റ്റർ കണ്ടിട്ടുണ്ടോ? നമ്മൾ മൈഗ്രെയിൻ ചികിത്സ ഡോൺ ബോസ്കോ ആയുർവേദത്തിൽ ഫ്രീ ആണെന്ന് കേട്ടിട്ടുണ്ടോ? താഴെ വെച്ചിട്ടുണ്ട്. മൈഗ്രെയിൻ ചികിത്സ എടുത്ത് മടുത്ത ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ ആയുർവേദത്തിന്റെ ഡോൺ ബോസ്കോ ആയുർവേദത്തിന്റെ ഭാഗമായിട്ട് മൈഗ്രെയിൻ ചികിത്സ ഫ്രീ ആണ് കൊടുക്കാൻ. അതിൽ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു വിധം അക്യുപഞ്ചറാണ്. എത്ര വലിയ തലവേദന നിങ്ങൾക്ക് ഉണ്ടായിക്കോട്ടെ, 2-3 അല്ലെങ്കിൽ 4 ഡേയ്സ് കൊണ്ട് അതിനെ 0% എത്തിക്കാൻ വിത്തൗട്ട് മെഡിസിൻ. അതുകൊണ്ടാണ് അത് ഫ്രീ ആക്കിയിരിക്കുന്നത്. കാരണം ആളുകളിലേക്ക് മരുന്ന് തന്നിട്ട് ചികിത്സിക്കാന്ന് പറഞ്ഞാൽ ആളുകൾ മൈഗ്രൈന് വേണ്ടി ചികിത്സിക്കില്ല. ആളോളം ആളുകൾ വിഷമിച്ച് കഴിയും. സോ നമ്മുടെ ആയുർവേദം, നമ്മുടെ ഡോൺ ബോസ്കോയുടെ ഭാഗമായിട്ട് എല്ലാവർക്കും ഫ്രീ ട്രീറ്റ്മെന്റ് ആണ്. അതും മാറുന്നത് വരെ. അതാണ് നമ്മൾ 1-2 ദിവസം അല്ല, അവരുടെ മൈഗ്രൈൻ മാറുന്നത് വരെ ട്രീറ്റ്മെന്റ് കൊടുക്കും. ഇതൊക്കെ നിങ്ങൾക്ക് മറ്റുള്ളവരോട് പറയട്ടോ. കാരണം ആളുകൾ ഇതിന്റെ സുഖവും ഇതിന്റെ ഗുണവും ഒക്കെ ആസ്വദിക്കില്ല. ഓക്കെ, ഞാൻ പറഞ്ഞ എത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിരുന്നു. ഇനി നിങ്ങളോടായിട്ട് 1-2 കാര്യങ്ങൾ പറയട്ടെ. നടുവേദന എന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും തെറ്റിദ്ധരിക്കേണ്ട ഇത് നട്ടല് സംബന്ധമായ ഒരു പ്രശ്നമാണ് എന്ന് തെറ്റിദ്ധരിക്കേണ്ട. കുറച്ച് നിങ്ങളൊക്കെ വണ്ടികൾ നിങ്ങൾ വൈകുന്നേരമല്ലേ, നിങ്ങളുടെ ജീവിത ശൈലികൾ തന്നെ മാറിപ്പോയിട്ടാണ് നിങ്ങളിൽ മിക്കവർക്കും നടുവേദന ഉണ്ടെങ്കിലുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു സംഗതി ഞാൻ പറയാം, നിങ്ങൾ രാത്രി പകലില്ലാതെ ജോലി ചെയ്യുന്നവരായിരിക്കാം പലരും. സമയത്ത് കൃത്യമായി വെള്ളം കുടിക്കാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നടുവേദന വന്നിരിക്കും, ഒരു സംശയവും. അപ്പൊ നിങ്ങൾക്ക് നടുവേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് പരിശോധിക്കണം? നിങ്ങളുടെ വെള്ളം കൂടി കുറവുണ്ടോ എന്ന് പരിശോധിക്കണം. കുറവുണ്ടെങ്കിൽ നിശ്ചയമായി നിങ്ങളുടെ വെള്ളം കൂടി കറക്റ്റ് ചെയ്യണം. രണ്ടാമത് നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ സമയത്ത് ആഹാരം കഴിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. നിങ്ങൾക്ക് ഗ്യാസ് ഫോം ചെയ്താലും നിങ്ങൾക്ക് നടുവേദന വരും. എല്ലാവർക്കും. അപ്പൊ നിങ്ങളുടെ ജീവിതശൈലി വെച്ച് നിങ്ങളുടെ ജോലി